പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ന്യൂഡൽഹി. വിജേന്ദർ ഗുപ്ത ഡൽഹി നിയമസഭാ സ്പീക്കർ. MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. BJP നേതാവും രോഹിണി മണ്ഡലത്തിൽ നിന്നുള്ള MLA-യുമായ വിജേന്ദർ ഗുപ്തയെ ഡൽഹി നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. 3-ാം തവണയാണ് വിജേന്ദർ MLA ആവുന്നത്. 8ാമത്തെ ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് വിജേന്ദറിന്റെ പേര് നിർദ്ദേശിച്ചത്. മന്ത്രിമാരായ മഞ്ജീന്ദർ സിംഗ് സിർസ, പർവേഷ് വർമ്മ എന്നിവർ ഇതിനെ പിന്താങ്ങി. പ്രോടേം സ്പീക്കറായ അരവിന്ദർ സിംഗ് ലവ്ലിയുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അതിഷിയും ചേർന്ന് പുതിയ വിജേന്ദറിനെ സ്പീക്കറുടെ കസേരയിലേക്ക് ആനയിച്ചു. രാവിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന പ്രോടേം സ്പീക്കർ അരവിന്ദ് സിംഗ് ലവ്ലിക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശേഷം മുഖ്യമന്ത്രി രേഖാ ശർമ്മയും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരും മറ്റ് BJP AAP MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തു. 3 ദിവസത്തെ സമ്മേളനത്തെ നാളെ ലഫ്റ്റനന്റ് ഗവർണർ അഭിസംബോധന ചെയ്യും. 60,000 ഗ്രാമങ്ങളിൽ കിസാൻ സംഘ്, 42 ലക്ഷം കർഷകർ അംഗങ്ങൾ. ജൈവ കൃഷി ഉത്തരവാദിത്തമെന്ന് പ്രഖ്യാപിച്ച് ദേശീയ സമ്മേളനം. പാലൻപൂർ, ഗുജറാത്ത്. ജൈവ കൃഷി ഉത്തരവാദിത്തമാണെന്ന പ്രഖ്യാപനത്തോടെ ഭാരതീയ കിസാൻ സംഘ് 14ാമത് ദേശീയ കൺവെൻഷൻ സമാപനം. രാജ്യത്തുടനീളമുള്ള എല്ലാ കർഷകരും ജൈവ കൃഷി സ്വീകരിക്കണമെന്ന് പ്രമേയത്തിലൂടെ സമ്മേളനം ആഹ്വാനം ചെയ്തു. സമഗ്രമായ ഗ്രാമീണ മുന്നേറ്റത്തിന് കർഷക ശക്തിയുടെ ശരിയായ വിനിയോഗം ഉണ്ടാകണമെന്ന് മറ്റൊരു പ്രമേയം അഭിപ്രായപ്പെട്ടു. ഉൽപാദനം, മൂല്യവർദ്ധനവ്, സംസ്കരണം, സംഭരണം, വിപണനം, വാണിജ്യം, ചെറുകിട കുടിൽ വ്യവസായം, കരകൗശല വസ്തുക്കൾ, ഗ്രാമസ്വാശ്രയത്വം എന്നീ ആശയങ്ങൾ ശക്തിപ്പെടുത്തണം. നയങ്ങൾ മെച്ചപ്പെടുത്തിയും മറ്റും മാറ്റം വരുത്തിയും ഗ്രാമങ്ങളിൽ സമൃദ്ധ ജീവിതം സാധ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 60,000 ഗ്രാമങ്ങളിൽ കിസാൻ സംഘത്തിന്റെ സജീവ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ ഗ്രാമസമിതികളിലൂടെ 42 ലക്ഷം കർഷകരാണ് കിസാൻ സംഘിൽ അംഗങ്ങളായത്. സമ്മേളനത്തിന് സമാപനം കുറിച്ച് സർദാർ കൃഷിനഗർ ദാന്തിവാഡ കാർഷിക സർവകലാശാലയിൽ നിന്ന് പാലൻപൂരിലേക്ക് കർഷക ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കിസാൻ സംഘ് പ്രവർത്തകർ തനത് വേഷവിധാനങ്ങളിൽ അണിനിരന്നു. ജൈവ കൃഷിക്ക് ആഹ്വാനം ചെയ്ത ട്രാക്ടർ റാലി നയിച്ചത് സ്ത്രീ കർഷകരാണ്. സമാപന സഭയിൽ RSS അഖില ഭാരതീയ സമ്പർക്ക പ്രമുഖ് രാംലാൽ, കിസാൻ സംഘ് ദേശീയ സംഘടനാ സെക്രട്ടറി ദിനേശ് കുൽക്കർണി എന്നിവർ സംസാരിച്ചു. നാളെ മഹാശിവരാത്രി. ക്ഷേത്രങ്ങളൊരുങ്ങി വ്രതനിഷ്ഠയിൽ. തിരുവനന്തപുരം. വ്രതനിഷ്ഠയിൽ നാളെ ശിവരാത്രി ആഘോഷിക്കാൻ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. അരുവിപ്പുറം മഠം ക്ഷേത്രം, പാറശാല മഹാദേവ ക്ഷേത്രം, ചെങ്കൽ മഹേശ്വരം ശിവക്ഷേത്രം, ബാലരാമപുരം ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം, വലിയശാല മഹാദേവ ക്ഷേത്രം, മേജർ തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം, മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം, വട്ടിയൂർക്കാവ് കുലശേഖരം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം, കവടിയാർ മഹാദേവ ക്ഷേത്രം, ചെങ്കൽ മഹാദേവ ക്ഷേത്രം, വെയിലൂർക്കോണം മഹാദേവൻ ചാമുണ്ടേശ്വരി ക്ഷേത്രം, പൂവാർ ഊറ്ററ ചിദംബരനാഥ ക്ഷേത്രം, നെടുമങ്ങാട് തിരുച്ചിറ്റൂർ ശിവവിഷ്ണു ക്ഷേത്രം, പച്ചയിൽ ശിവക്ഷേത്രം, വെഞ്ഞാറമൂട് മാണിക്കോട് ശിവക്ഷേത്രം, കിളിമാനൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങി ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെല്ലാം വിവിധ ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കും. എല്ലാ ശിവക്ഷേത്രങ്ങളിലും രാത്രി ഇടവിട്ട് യാമപൂജകൾ നടക്കും. ഭക്തർ ശിവരാത്രി വ്രതം നോറ്റ് ശിവക്ഷേത്ര ദർശനം നടത്തും. കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതും ശിവരാത്രിയിലെ ആചാരങ്ങളാണ്. ദേവാസുരന്മാർ പാലാഴി കടഞ്ഞതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ശിവരാത്രിക്ക് പിന്നിലുള്ളത്. പാലാഴി മഥനത്തിൽ പൊന്തിവന്ന കാളകൂട വിഷം ശിവൻ ഭക്ഷിച്ചെന്നും വിഷം ഉള്ളിൽ ചെന്ന് കടക്കാതിരിക്കാൻ പാർവതി ശിവന്റെ കണ്ഠത്തിൽ പിടിച്ചെന്നുമാണ് വിശ്വാസം. ശിവന്റെ രക്ഷയ്ക്കായി ദേവന്മാരും മറ്റ് ദേവതകളും ഉറക്കമിളിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ അനുസ്മരണയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശ്രീകണ്ഠേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനമായ നാളെ രാവിലെ 5:30 രുദ്രാക്ഷ അഭിഷേകം നടത്തും.
നേപ്പാളിൽ നിന്നും കൊണ്ടുവന്നതും ഭാരതത്തിൽ നിന്നും ശേഖരിച്ചതുമായ രുദ്രാക്ഷം കൊണ്ടാണ് അഭിഷേകം നടത്തുന്നത്. തളിയിൽ മഹാദേവർ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തിൽ രാവിലെ 6:05 മുതൽ അഖണ്ഡനാമ ജപം, ഉച്ചയ്ക്ക് 12:30 സമൂഹ സദ്യ, രാത്രി 1 ആനപ്പുറത്തെഴുന്നള്ളിപ്പ്. അമിതവണ്ണത്തിന് എതിരായ പ്രചാരണം. മോഹൻലാലും ഒമർ അബ്ദുള്ളയും ബ്രാൻഡ് അംബാസിഡർമാർ. ന്യൂഡൽഹി. അമിതവണ്ണത്തിനെതിരെ പോരാടണമെന്ന് മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനായുള്ള ക്യാമ്പയിനിലേക്ക് 10 പേരെ ബ്രാൻഡ് അംബാസിഡർമാരായി നിർദ്ദേശിച്ചു. മോഹൻലാൽ, ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, ഭോജ്പുരി ഗായകനും നടനുമായ നിരാഹുവ, ഒളിമ്പ്യൻ മനു ഭാക്കർ, കായിക താരം മീരാഭായ് ചാനു, ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേകനി, നടൻ ആർ മാധവൻ, ഗായിക ശ്രേയ ഘോഷാൽ, MP സുധാമൂർത്തി എന്നിവരാണിവർ. കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ പരാമർശിച്ചതുപോലെ അമിതവണ്ണത്തിനെതിരെ പോരാടാനും ഭക്ഷണത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാൻ ബോധവൽക്കരണം നടത്താനും ഇവരെ നിർദ്ദേശിക്കുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇവർ ഓരോരുത്തരും അടുത്ത 10 പേരെ വീതം നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്ന് ഭാരതത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റാമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. കായികം. ചരിത്രം രചിക്കാൻ നാഗ്പൂരിൽ രഞ്ജി ഫൈനലിൽ നാളെ കേരളം വിദർഭ. നാഗ്പൂർ. കേരളത്തിന്റെ കുതിപ്പിനെ സ്വപ്നമെന്ന് വിളിക്കാം. ആ സ്വപ്നത്തിന് പിന്നെ മലയാളികൾ ഒന്നടങ്കം പോയപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ മുടിചൂടാ മന്നന്മാർ മൂക്കത്ത് വിരൽ വയ്ക്കുകയായിരുന്നു. കാരണം അവർക്ക് വിശ്വസിക്കാനാവുന്നതിനും അപ്പുറത്തെ പ്രകടനമാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇതുവരെ കാഴ്ചവെച്ചത്. കരുത്തരായ ജമ്മു കാശ്മീരിനെയും ഗുജറാത്തിനെയും യഥാക്രമം ക്വാർട്ടറിലും സെമിയിലും പരാജയപ്പെടുത്തി ഫൈനലിലെത്തുമ്പോൾ കേരളത്തിന് എതിരാളികളാകുന്നത് വിദർഭയാണ്. കരുത്തരായ മുംബൈയെ തകർത്തു വരുന്ന വിദർഭയെ പരാജയപ്പെടുത്താനാകുമെന്നു തന്നെയാണ് സച്ചിൻ ബേബിയുടെയും മറ്റും വിശ്വാസം. നാഗ്പൂരെ അതിപ്രശസ്തമായ ജാംദ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദർഭയുടെ സ്വന്തം തട്ടകം കൂടിയാണ് ഈ സ്റ്റേഡിയം. വിദർഭയുടെ ഹോം ഗ്രൗണ്ടെങ്കിലും 2003 ശേഷം കേരളത്തിന് ഇവിടെ 3 തവണ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മൈതാനത്ത് വിദർഭയെ 2 വട്ടം കേരളം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 2 മത്സരങ്ങൾ സമാന നിലയിലായി. വിദർഭ അതിശക്തർ. ഈ സീസണിലെ ഏറ്റവും ശക്തമായ ടീമാണ് വിദർഭ. ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാതെയാണ് വിദർഭയുടെ കുതിപ്പ്. 7-ൽ 6 മത്സരത്തിലും ജയിച്ച ഏക ടീം. 40 പോയിന്റാണ് 7 മത്സരങ്ങളിൽ നിന്ന് വാരിക്കൂട്ടിയത്. കഴിഞ്ഞ തവണയും വിദർഭ തന്നെയായിരുന്നു ഫൈനലിൽ. എന്നാൽ മുംബൈയോട് തോൽക്കുകയായിരുന്നു. അതേ മുംബൈയെ ഇത്തവണ സെമിയിൽ കീഴടക്കിയാണ് വിദർഭ കലാശപ്പോരിനെത്തിയിരിക്കുന്നത്. മലയാളി താരം കരുൺ നായരാണ് അവരുടെ ബാറ്റിംഗ് കരുത്ത്. 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 42 റൺസ് കരുൺ ഇതിനകം നേടിയിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിൽ 2 തവണ കിരീടം ചൂടിയിട്ടുള്ള ടീമാണ് വിദർഭ. അതിൽ 1 തവണ കിരീടം നേടിയത് ഇതേ മൈതാനത്ത് വെച്ചാണ്. കിവീസിന് ജയം. ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. റാവൽപിണ്ടി. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ മുൻ ജേതാക്കളായ ന്യൂസിലൻഡിന് ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം വിജയം. ബംഗ്ലാദേശിനെ ഇന്നലെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ കിവീസ് തോൽപ്പിച്ച ബംഗ്ലാദേശും നിലവിലെ ജേതാക്കളായ പാകിസ്ഥാനും ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺസ് എടുത്തു. ഇതിനെതിരെ ന്യൂസിലാൻഡിൽ 46.1 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 240 ലക്ഷ്യം കണ്ടു. തുടക്കത്തിലെ വമ്പൻ തിരിച്ചടി നേരിട്ട ന്യൂസിലൻഡിനെ കിവീസ് ബാറ്റർ രജിൻ രവീന്ദ്ര ക്ഷമയോടെ വിജയ വഴിയിലേക്ക് നയിക്കുകയായിരുന്നു. രജിൻ നേടിയ സെഞ്ചുറിയും 112, ടോം ലാഥമിന്റെ അർദ്ധ സെഞ്ചുറിയും 55 കിവീസ് വിജയത്തിൽ നിർണായകമായി. നേരത്തെ ടോസ് നേടിയ കിവീസ് നായകൻ മിച്ചൽ സാറ്റ്നർ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. മൈക്കൽ ബ്രെയ്സ്വെലിന്റെ അത്യുഗ്രൻ ബൗളിംഗ് പ്രകടനത്തിൽ ബംഗ്ലാദേശ് നില തെറ്റി. 10 ഓവറിൽ 26 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റാണ് ബ്രെയ്സ്വെൽ സ്വന്തമാക്കിയത്. ബംഗ്ലാ നിരയിൽ നായകൻ നജ്മൽ
മൊസൈൻ ഷാൻഡോ 77 മികച്ച പ്രകടനം പുറത്തെടുത്തു. ജേക്കർ അലി 45, റിഷാദ് ഹൊസൈൻ എന്നിവർ മികച്ചു നിന്നു. ജയം തുടരാൻ ഗോകുലം കേരള. ഐസ്വാൾ. ഐ ലീഗിൽ ജയം തുടരാൻ എവേ മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് കളത്തിലിറങ്ങുന്നു. എവേ മത്സരത്തിൽ ഐസ്വാൾ FCയെയാണ് ഗോകുലം നേരിടുന്നത്. സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ ഡൽഹി FCക്കെതിരെ മികച്ച ജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് മലബാറിയൻസ് ഇന്നത്തെ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. തുടർ തോൽവികൾക്ക് ശേഷമായിരുന്നു ഗോകുലം വിജയവഴിയിൽ തിരിച്ചെത്തിയത്. 15 മത്സരം പൂർത്തിയാക്കിയ ഗോകുലം 22 പോയിന്റുമായി ഇപ്പോൾ പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരത്തിൽ കൂടി ജയിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ നേട്ടമുണ്ടാക്കാൻ ഗോകുലത്തിന് കഴിയും. മറ്റു ടീമുകളുടെ വിജയങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഇനി ഗോകുലത്തിന്റെ മുന്നോട്ടുള്ള യാത്ര. ദ്യോക്കോവിച്ച് ഇന്ത്യൻ വെൽസിൽ കളിക്കും. ബെൽഗ്രേഡ്. പുരുഷ ടെന്നീസിലെ സൂപ്പർ താരം നോവാക് ദ്യോക്കോവിച്ച് ഇന്ത്യൻ വെൽസിൽ കളിക്കും. ATP 1000 ലെവൽ മത്സരത്തിലൂടെ കരിയറിലെ 100ാം കിരീടം ലക്ഷ്യമിട്ടാവും ദ്യോക്കോവ് ഇറങ്ങുക. സീസണിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം ഓസ്ട്രേലിയൻ ഓപ്പൺ സെമി മത്സരത്തിനിടെയാണ് ദ്യോക്കോവിച്ച് കൈക്കുഴയ്ക്ക് പരിക്കേറ്റ് പിന്മാറിയത്. തുടർന്ന് വിശ്രമത്തിലായിരുന്ന താരം കഴിഞ്ഞ ആഴ്ച ഖത്തർ ഓപ്പണിൽ കളിച്ചിരുന്നു. പക്ഷേ ആദ്യ റൗണ്ടിൽ പുറത്തായി. ഇന്ത്യൻ വെൽസിൽ കളിക്കുന്ന താരം സമൂഹ മാധ്യമത്തിലൂടെ ദ്യോക്കോവിച്ച് ആണ് അറിയിച്ചത്. കരിയറിൽ 100 ATP കിരീടം സ്വന്തമാക്കിയ 2 പുരുഷ താരങ്ങളേയുള്ളൂ. ജിമ്മി കോണോഴ്സും 109, റോജർ ഫെഡററും.